السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان وأخوات، أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കണം എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ മുമ്പിലുള്ള ഒരു ചെറിയ പഠിക്കാനുള്ള ശ്രമം അള്ളാഹു നമ്മിൽ നിന്നെല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പോരായ്മകളും വീഴ്ചകളും ഒക്കെ അള്ളാഹു നമ്മളെല്ലാവരിൽ നിന്നും പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 71-ാമത്തെ അധ്യായം സൂറത്തുൻ നൂഹിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ എത്തിയത്. 26 വരെയുള്ള വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി. 2 ആയത്ത് കൂടിയാണ് നമുക്ക് എടുക്കാനുള്ളത്, 27-ഉം 28-ഉം. ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് ഓതി തുടങ്ങാം. നിങ്ങൾ ഖുർആനിൽ ശ്രദ്ധിക്കുക എല്ലാവരും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك إن تذرهم يضلوا عبادك ولا يلدوا إلا فاجرا كفارا. رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تزد الظالمين إلا تبارا. ഒന്നുകൂടി. إنك إن تذرهم يضلوا عبادك ولا يلدوا إلا فاجرا كفارا. رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تزد الظالمين إلا تبارا. ഇന്നക്ക ഷദ്ദൽ നൂന് മണിച്ചോദ. തദർഹും ഇഖ്ഫ ആയിട്ട് അവ്യക്തമായിട്ട് മണിച്ചോദ. യുദില്ലു ഇബാദക വലാ യലിദു, ചെറിയ മദ്ദുണ്ട്, യലിദു ആയിട്ട്. ഇല്ല ഫാജിറാക, അവിടെ ഇഖ്ഫ ആണ്, അവ്യക്തമാക്കി മണിച്ച് ഓതേണ്ടത്. ഫാജിറാ കഫാറോ. റബ്ബി ഇഗ്ഫിർലി ചേർത്ത് പറയുമ്പോൾ റബ്ബി ഇഗ്ഫിർലി, റബ്ബി ഇഗ്ഫിർ, റാഇന് സുക്കൂനും തൊട്ട് മുമ്പുള്ള ലെറ്ററിന് കസ്റ വരുമ്പോൾ രാ ശബ്ദമാക്കിയിട്ടാണ് ഉച്ചരിക്കുക. റബ്ബി ഇഗ്ഫിർലി, റബ്ബി ഇഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈത്തിയ, വലിമൻ ദഖല അവിടെയും വലിമൻ ദഖല ഇഖ്ഫ ആണ്, അവ്യക്തമായിട്ട് മണിക്കണം. ബൈത്തിയ മുഅ്മിനൗ വ ചേർത്ത് മണിച്ചു ഓതണം. മുഅ്മിനൗ വ എന്നുള്ളത് മു എന്നാണ് പറയുക. ആ ഈ ഉ എന്നുള്ള സൗണ്ട് തന്നെയാണ് വരേണ്ടത്. മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദി ളാലിമീന ഇല്ലാ തബാറോ. തബാറോ തബാറൻ എന്നുള്ള അടുത്ത സൂറത്ത് ഓതുമ്പോൾ ബിസ്മി ആണല്ലോ സ്റ്റാർട്ടിങ് വരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തബാറൻ എന്നുള്ളതിന് അവിടെ ഒരു ചെറിയൊരു കുഞ്ഞു മീമ് കൊടുത്തിരിക്കുന്നത്. ചേർത്തി ഓതുകയാണെങ്കിൽ ഇല്ലാ തബാറൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ ഓതുക. നമ്മൾ പഠിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെയൊക്കെ ക്ലാസ്സിൽ. തൻവീന് ശേഷം അല്ലെ സാക്കിന നൂനിന് ശേഷം ബ ലെറ്റർ വരുമ്പോൾ നൂനിൻ്റെ സൗണ്ട് മീമിൻ്റെ സൗണ്ടാക്കി ഉച്ചരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെയാണ് തബാറൻ എന്നുള്ള കുഞ്ഞ് മീമ് കാണുന്നത്.
അടുത്ത ബിസ്മിയിലേക്ക് ചേർത്തി ഓതുന്ന സമയത്ത് അവിടെ നമ്മൾ തൻവീൻ്റെ സൗണ്ട് നൂനിൻ്റെ സൗണ്ട് മീമാക്കി ഓതാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളൊന്ന് ഓതി നോക്ക്, എൻ്റെ കൂടെ തന്നെ ഒന്ന് ഓതി നോക്കിയാൽ മതി. أعوذ بالله من الشيطان الرجيم إنك إن تذرهم يضلوا عبادك ولا يلدوا إلا فاجرا كفارا. ചേർത്തി ഓതാൻ അതവിടെ ഇബാദക്ക് നിർത്താതെ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓതാം. إنك إن تذرهم يضلوا عبادك ولا يلدوا إلا فاجرا كفارا. رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تزد الظالمين إلا تبارا. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയാണ്. അള്ളാഹുവെ, ഭൂമിയിൽ വിശ്വാസികളായ ഒരാളെയും ഒരു വീട്ടുകാരെയും വിട്ടേച്ച് കളയരുത്, പിന്നെ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു. വഖാല നൂഹ് റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാർ. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ലാസ്റ്റ് പറഞ്ഞത്. ഇന്നക ഇൻ തദർഹും, ഇന്നക നിന്നക കാരണം അത്, അല്ല നിശ്ചയമായും നീ എന്നൊക്കെ പറയാം. ഇൻ തദർഹും, തദർഹും എന്നുള്ളത് പല പ്രാവശ്യമായിട്ട് വന്ന പദം തന്നെ. ലാ തദർ, വദറ യദറു മുകളിലൊക്കെ വന്നിട്ടുണ്ട് ആ പദം. വദറ യദറു, ഉപേക്ഷിച്ചു എന്നുള്ള അർത്ഥം. അപ്പോൾ ഇന്നക ഇൻ തദർ തദർഹും, ഇന്നക അള്ളാഹു സുബ്ഹാനഹു നിശ്ചയമായും നീ, ഇൻ തദർഹും നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഇൻ തദർഹും നീ ഇൻ തദർ നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഹും അവരെ, ഹുമ ഹുവ ഹുവ ഹുമ ഹും, ഹുവ ഹുമ ഹും, ഹിയ ഹുമ ഹുന്ന, അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഹും എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിച്ച് ബഹുവചനമായിട്ടാണ് പറയുന്നത്. ഇൻ തദർ നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഹും അവരെ, നീ അവരെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, യുദില്ലു യുദില്ലു ദ്വാദ് യുദില്ലു അവർ എന്താക്കും, വഴി പിഴപ്പിക്കും. അദല്ല യുദില്ലു, അദല്ല വഴി പിഴപ്പിക്കുന്നതിനെ പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് വന്ന പദമാണത്. അപ്പോൾ യുദില്ലു അവർ വഴി പിഴപ്പിക്കും. ഇബാദക്, ഇബാദക് നിൻ്റെ അടിമകളെ. അബ്ദ് എന്നുള്ളതിൻ്റെ പ്ലൂരലാണ് ഇബാദ് എന്നുള്ളത്. ഇബാദ്, ഇബാദുർ റഹ്മാൻ എന്നുള്ളതൊക്കെ കേട്ടില്ലേ? പരമകാരുണ്യകനായ റബ്ബിൻ്റെ ദാസന്മാരുടെ അടയാളങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇബാദുർ റഹ്മാൻ, സൂറത്തു ഫുർഖാനിൻ്റെ അവസാന ഭാഗം. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന. ഇബാദ്, അബ്ദ്, ഇബാദ്. നമ്മൾ അത്തഹിയാത്തിലും ഇബാദക സ്വാലിഹീൻ എന്ന് പറയുന്നുണ്ടല്ലോ. സ്വാലിഹീങ്ങളായ നിൻ്റെ അടിമകളുടെ മേലും ഇബാദ്. അപ്പം ഇബാദക നിൻ്റെ അടിമകൾ എന്ത് ചെയ്യും? വഴി പിഴപ്പിക്കും. വലാ യലിദു, വലാ യലിദു, വലത യലിദു എന്ന് വെച്ചാൽ അതാ ജനിപ്പിക്കുന്നതിനെ പറയാം. വലത യലിദു. അപ്പം ഇവിടെ വലാ യലിദു അവർ ജനിപ്പിക്കുകയുമില്ല. യലിദു അവർ, യലിദു എന്ന് പറയുമ്പോൾ അവർ ജനിപ്പിക്കുന്നു എന്നാണ് അർത്ഥം വരിക. ലാ മുന്നിൽ വരുമ്പോഴാണ് ജനിപ്പിക്കുകയില്ല എന്നുള്ള അർത്ഥം വരുന്നത്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, അവനെ ജനിപ്പിച്ചിട്ടുമില്ല. വലദ യലിദു എന്നാണ് മൗലൂദ്, വിലാദ എന്നൊക്കെയുള്ള പദങ്ങളൊക്കെ വരുന്നത് അതിൽ നിന്നാണ്. വലത്, വാലിദ്, വാലിദൈൻ അതെല്ലാം ഒരേ പദത്തു നിന്ന് വരുന്ന പദങ്ങളാണ്. വലത് കുട്ടിക്ക് പറയും, വാലിദ് പിതാവിന് പറയും, വാലിദത്ത് മാതാവിന് പറയും, പിതാവും മാതാവുമുള്ളതിന് വാലിദൈനി എന്ന് പറയും. പേരൻസ്, മാതാപിതാക്കൾ
ഉം, അങ്ങനെയൊക്കെ ശരി. അപ്പോൾ വലായരുതു അവർ ജനിപ്പിക്കുകയില്ല ഇല്ല ഫാജിറൻ. ഫാജിർ എന്ന് വെച്ചാൽ തമ്മാടി, തോന്നിവാസി എന്നൊക്കെയാണ് അർത്ഥം. ഫാജിർ, തോന്നിവാസി, തമ്മാടി എന്നൊക്കെ അർത്ഥം. ഫാജിറൻ തമ്മാടികളെ അല്ലാതെ അല്ലെങ്കിൽ തോന്നിവാസികളെ അല്ലാതെ. കഫാറൻ, കഫാർ എന്ന് വെച്ചാൽ സത്യനിഷേധി, സത്യനിഷേധി. കഫാർ അതേപോലെ തന്നെ കുഫാർ എന്നൊക്കെ പറയുന്നതൊക്കെ ഒരേ അർത്ഥമാണ്. സത്യനിഷേധ സത്യനിഷേധിക്കുന്ന ആള്. കഫറ എന്ന് വെച്ചാൽ മറച്ചു വെച്ചു എന്നാണ് ശരിക്കും വാക്കർത്ഥം. കഫറ സത്യം അറിഞ്ഞുകൊണ്ട് അത് മൂടി വെക്കുന്ന, സത്യം അറിഞ്ഞുകൊണ്ട് അത് മറച്ചു വെക്കുന്ന അവൻ, അതാണ് ശരിക്കും കാഫിർ. അപ്പൊ ഇവിടെ വല എലുതു ഇല്ല ഫാജിറൻ കഫറ, സത്യനിഷേധക്കാരനായ തോന്നിവാസികളായ ആളുകളെ അല്ലാതെ എന്ത് ചെയ്യൂല, അവർ ജനിപ്പിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹുവെ അവരെന്ത് ചെയ്യണം, അവരെ നീ നശിപ്പിക്കണമെന്നാണ്. ഇന്നക്ക ഇൻ തദർഹും, നീയെങ്ങാനും അവരെ വിട്ടേച്ച് കളയുകയാണെങ്കിൽ യുദുല്ലു ഇബാദക്ക്, നിന്റെ അടിമകളെ അവർ എന്ത് ചെയ്യും, വഴിപിഴപ്പിക്കും. വല എരുതു ഇല്ല ഫാജിറൻ കഫാറ. ഇനി അവരുണ്ടാക്കുന്ന ആളുകളും ജനിക്കുന്ന കുട്ടികളും എങ്ങനത്തെയാണ്, ഫാജിറും കഫാറുമായിട്ടുള്ള ആളുകളല്ലാതെ അവർ ജനിപ്പിക്കുകയുമില്ല. അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അവസാനമായിക്കൊണ്ട് നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഗഫിർലി, റബ്ബി എൻ്റെ റബ്ബേ, ഇഗ്ഫിർ നീ പൊറുക്കണമേ. ഗഫറ യഗ്ഫിറു, ഗഫറ യഗ്ഫിറു ഇഗ്ഫിറു. ഗഫറ എന്ന് വെച്ചാൽ പൊറുത്തു, യഗ്ഫിറു പൊറുക്കുന്നു, ഇഗ്ഫിർ എന്ന് വെച്ചാൽ നീ പൊറുക്കൂ. റബ്ബി ഗഫിർലി, എൻ്റെ റബ്ബെ ഗഫിർലി, എനിക്ക് പൊറുത്തു തരണമേ. വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും. വലിവാലിദൈനി എന്ന് പ്ലസ് യാണ് വരുന്നത്. യാ ചേരുമ്പോൾ ലാസ്റ്റ് ചേരുമ്പോൾ എന്താണ്, എൻ്റെ എന്നുള്ള അർത്ഥം കിട്ടുന്നതിനാണ്. അവിടെ വലിവാലിദൈനി പ്ലസ് യാ വരുന്നത് കൊണ്ട് ആ നൂനിനെ കളഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, യാക്ക് ഷദ് കൊടുത്തു വരികയാണ്. വലിവാലിദയ്യ എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കൾക്കും. വലിമൻ അതേപോലെ തന്നെ ഒരുത്തനും ആർക്കുണ്ട്, ദഹല പ്രവേശിച്ചിരിക്കുന്നു, ബൈത്തിയ എൻ്റെ വീട്ടിൽ. അപ്പം എൻ്റെ വീട്ടിൽ, വലിമൻ ദഹല എൻ്റെ വീട്ടിൽ, ദഹല ബൈത്തിയ എൻ്റെ വീട്ടിൽ പ്രവേശിച്ചവനും. വലിമൻ അതോടൊപ്പം ലിമൻ ഒരുത്തന് വേണ്ടി. ആരാണ് ദഹല, അവൻ പ്രവേശിച്ചിരിക്കുന്നു, ബൈത്തിയ എൻ്റെ വീട്ടിൽ. ബൈത്തുൻ വീട്, അറിയാലോ ബൈത്ത്, ബൈത്തി എൻ്റെ വീട്. ബൈത്തിയ മുഅ്മിനൻ സത്യവിശ്വാസിയായിക്കൊണ്ട് എൻ്റെ വീട്ടിൽ പ്രവേശിച്ചവനും. വലിൽ മുഅ്മിനീന അതേപോലെ തന്നെ സത്യവിശ്വാസികൾക്കും. വൽ മുഅ്മിനാത്ത് സത്യവിശ്വാസിനികൾക്കും. മുഅ്മിൻ മുഅ്മിനീന, മുഅ്മിനാത്ത് അത് ഒന്ന് മുഅന്നസും മറ്റൊന്ന് മുദക്കറ. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും. അപ്പോൾ അള്ളാഹുവെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസിയായിക്കൊണ്ട് എൻ്റെ വീട്ടിൽ പ്രവേശിച്ചവർക്കും, അതേപോലെ തന്നെ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും എല്ലാവർക്കും എന്ത് ചെയ്യണം, നീ പുറത്തു തരണം. അതേപോലെ വലാ തസിദ് നീ വർദ്ധിപ്പിക്കരുതേ. ലാ തസിദ്, സാദ യസീദ് നമ്മൾ പഠിച്ചില്ലേ. ലാ തസിദ് നീ വർദ്ധിപ്പിക്കരുത്. ലാലിമീന, ലാലിമിൻ്റെ ജമാണ് ലാലിമീൻ, അക്രമികൾക്ക് നീ വർദ്ധിപ്പിക്കരുതേ. ഇല്ലാ തബാറ, തബാർ എന്ന് വെച്ചാൽ ഹലാക്ക് എന്നാണ് അർത്ഥം, നാശം അല്ലെങ്കിൽ നഷ്ടം എന്നൊക്കെ അർത്ഥം. അപ്പോൾ അക്രമികൾക്ക് നീ നഷ്ടമല്ലാതെ അല്ലെങ്കിൽ നാശമല്ലാതെ വർദ്ധിപ്പിക്കരുതേ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കി, ഒന്ന് നൂഹ് അലൈഹി സ്വലാം ഇവിടെ 2-3 സ്ഥലങ്ങളിലായിക്കൊണ്ട്
അവർക്ക് ആ ജനതയ്ക്കെതിരെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ ഒന്ന് നമ്മൾ റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരിന ദയ്യാറ. അതേപോലെ തന്നെ ഇന്നക ഇൻ തദർഹിം യുദ്ദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. അതൊക്കെ അതേപോലെ തന്നെ അതിൻ്റെ മുകളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം സത്യനിഷേധികൾക്കെതിരെ അല്ലെ ആ സമുദായത്തിനെതിരെ ആ അദ്ദേഹത്തിൻ്റെ ആളുകൾക്കെതിരെ നൂഹ് അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിക്ക് ഒരു ആളുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എന്താണ്? അതൊരു പിന്നെ നല്ലൊരു നടപടിക്രമമല്ല. വാക്കുകൾ തെറ്റിദ്ധരിക്കരുതേ, പിന്നെ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ എത്രയോ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുമ്പോഴും ഓരോ ജനതയ്ക്ക് വേണ്ടി അവരുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ത്വായിഫിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവർ പ്രയാസപ്പെടുത്തിയ സമയത്ത് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് 2 മലകൾ കൊണ്ട് അവരുടെ മുകളിലേക്ക് ഇട്ട് അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴും അള്ളാഹു റസൂൽ പറഞ്ഞ അല്ലാഹുമ്മ ഉഗ്ഫിർ ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ എന്നാണ്. അള്ളാഹു വിവരമില്ലാത്ത സമൂഹമാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കുകയാണ്. ഇവിടെ നൂഹ് അലൈഹി സ്വലാം യഥാർത്ഥത്തിൽ പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചാൽ സൂറത്തുൽ ഹൂദിലെ അതിലെ 36-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവിടെ അള്ളാഹു പറയുന്നത് വഊഹിയ ഇലാ നൂഹിൻ അന്നഹു ലൻ യുഅ്മിന ലക് ഇല്ലാ മൻ ഖദ് ആമൻ. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നൂഹ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്ബോധനം നൽകി. എന്താണ്? അന്നഹു ലൻ യുഅ്മിന ലക്, ലൻ യുഅ്മിന ലക് എന്നാണ്. നിന്നിൽ അവരെന്താക്കൂല, ലെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഭാഷ പഠിച്ച ആൾക്കാർക്ക് ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്നാണ്. ഇല്ല മൻഖത് ആമന, മുമ്പ് വിശ്വസിച്ച ആളുകളല്ലാതെ. അപ്പം നേരത്തെ വിശ്വസിച്ച ആളുകളല്ലാതെ വേറൊരാളും എന്ത് ചെയ്യൂല, ഇനി വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് ഫലാ തബ്തഇസ് ബിമാ കാനൂ യഫ്അലൂൻ, നീ ആ ജനത ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നീ സങ്കടപ്പെടരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ അള്ളാഹു വഹയിലൂടെ ശരിക്കും നൂഹ് അലൈഹി ഇസ്ലാമിനെ അറിയിക്കുന്നുണ്ട്. ഇനി ഒരാളെ അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം എന്താ? ലൻ യുഅ്മിന ലക ഇല്ലാ മൻ ഖദ് ആമന, മുമ്പ് വിശ്വസിച്ച ആളുകളല്ലാതെ പുതിയൊരു ആൾക്കാരെ നിനക്കിനി അവരിൽ നിന്ന് കിട്ടൂല. അപ്പം നൂഹ് അലൈഹി സ്വലാം 950 വർഷക്കാലം പണിയെടുത്തിട്ട് അവർ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. നൂഹ് അലൈഹി സ്വലാമിനെ പറയാത്ത ചീത്തകളോ അതേപോലെ ഉപദ്രവിക്കാത്ത ഒരു കാര്യവുമില്ല. അത്രയും അടങ്ങാറാക്കിയ സമൂഹമാണ്. അവസാനം ഗത്യന്തരമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നൂഹ് അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത് അവർക്കെതിരെ. അതാണ് അവരിൽ ജനിക്കാൻ വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ എന്ന് പറയുന്നത് പോലും എന്തുകൊണ്ടാ? അതുകൊണ്ടാണ്. അല്ലാതെ ജനിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നൂഹ് അലൈഹി സ്വലാം അള്ളാഹു മുഅ്ജിസത്തിലൂടെ അറിയിക്കപ്പെടാതെ അല്ലാതെ അറിയാൻ കഴിയില്ലല്ലോ. ഭാവി കാര്യത്തെക്കുറിച്ച് ആരാവട്ടെ, പ്രവാചകന്മാരാവട്ടെ, അമ്പിയാക്കളാവട്ടെ, ഔലിയാക്കളാകട്ടെ, ഏതാൾക്കാരാവട്ടെ, അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്താലേ അറിയൂ. നേരത്തെ അറിയിക്കുമ്പോഴാണ് മുഅ്ജിസത്തിലൂടെ അറിയിക്കപ്പെടുകയാണ് പ്രവാചകന്മാർക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് കൊണ്ടാണ് അവർക്ക് പറയാൻ പറ്റുക. അല്ലാതെ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കിയതുപോലെ മുഅ്ജിസത്ത് എന്ന് പറയുന്ന സംഭവങ്ങളോ കറാമത്ത് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും വിചാരിക്കുന്ന സമയത്ത് പ്രകടിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ചില കഴിവുകളാണ്. പ്രവാചകന്മാർക്ക് തന്നെ ചില കഴിവുകൾ എന്താണെന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു. മൂസ അലൈഹി സ്വലാമിൻ്റെ കയ്യിലെ വടി നിലത്തിടുന്ന സമയത്ത് എന്താണ് മൂസ അലൈഹി സ്വലാം പേടിച്ച് മാറിക്കല്ലേ ചെയ്ത്. അപ്പോൾ അള്ളാഹ് പറഞ്ഞു ലാ തഖഫ് സനുഈദുഹാ സിറത്തുൽ ഊല, മൂസ നീ എടുത്തോ പിടിച്ചോ, അത് പഴയ പോലെ തന്നെ ആയിത്തീരും. അപ്പോൾ അള്ളാഹ് പറഞ്ഞതിന് ശേഷമാണ് മൂസ അലൈഹി സ്വലാമിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഇവർ ഈ സമൂഹത്തിനെതിരെ അള്ളാഹു നൂഹ് അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിക്കപ്പെട്ട കാരണത്താൽ ലൻ യുഅ്മിന ലക ഇല്ലാ മൻ ഖദ് ആമൻ എന്ന് പറഞ്ഞ വചനത്തിനനുസരിച്ച് കൊണ്ടാണ്. അതാണ് നമ്മളൊരു കാര്യം അതിൽ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥന അതൊരു വളരെ വിശാലമായൊരു പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഉൾക്കൊള്ളേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രാർത്ഥനയാണ്. നൂഹ് അലൈഹി ഇസ്ലാം ഒന്ന് സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് ഒരു പ്രാർത്ഥനയുടെ ഒരു പ്രോട്ടോക്കോളുണ്ട്. ഒന്ന് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, മറ്റൊന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, മറ്റു ലോകത്തുള്ള സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്.
നിങ്ങൾക്ക് സൂറത്തു ഇബ്രാഹീമിലെ 14-ാമത്തെ അധ്യായം സൂറത്തുൽ ഇബ്രാഹീമിലെ 41-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന, റബ്ബന ഗഫിർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. റബ്ബന ഗഫിർലി, റബ്ബെ എനിക്ക് നീ പുറത്തു തരണമേ, വലി വാലിദയ്യ എൻ്റെ മാതാപിതാക്കൾക്കും, അതേപോലെ തന്നെ വലിൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്കും, യൗമ യഖൂമുൽ ഹിസാബ് വിചാരണ നിലവിൽ വരുന്ന സമയത്ത്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ അതേ ഒരു പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒന്ന് നമ്മൾ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റൊന്ന് ഏറ്റവും പ്രധാനമാണ് നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്തൊരു പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാവരുത്. എന്തൊരു വിശാലമാണ് പ്രവാചകന്മാരൊക്കെ കാണിച്ച പ്രാർത്ഥന. ലോകം അവസാനിക്കുന്നത് വരെയുള്ള സത്യവിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നൂഹ് അലൈഹി ഇസ്ലാം ഇതുവരെ പ്രാർത്ഥിച്ചു വെച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ലോകം അവസാനിക്കൽ സത്യവിശ്വാസികൾ ആ പ്രാർത്ഥന ലഭിക്കുകയാണ്. അള്ളാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും വലിമൻ ദഖല ബൈത്തി മുഅ്മിന വലിൽ മുഅ്മിനീന സത്യവിശ്വാസികളായ ആളുകൾക്കും സത്യവിശ്വാസിനികൾക്കും. അപ്പോൾ അവിടെ പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെയും എന്താണ്, എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ഈ പ്രാർത്ഥന തന്നെയാണ് നമ്മൾ സത്യത്തിൽ പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്തഹിയാത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ. അത്തഹിയാത്തിൽ ഏതൊരു പ്രാർത്ഥനയുടെ തുടക്കത്തിൽ അള്ളാഹുവിനെ ധാരാളമായി നമ്മൾ പ്രകീർത്തിക്കണം. അതാണ് ശരിക്കെന്ത്, അത്തഹിയാത്തു അൽ മുബാറക്കാത്തു അസ്വലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹി. അള്ളാഹുവിന് വേണ്ടി ഫസ്റ്റ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അള്ളാഹുവെ, എല്ലാ സ്വാഗതവും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും എല്ലാ പ്രകീർത്തനങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും ഒക്കെ അള്ളാഹുവെ നിനക്കാകുന്നു. രണ്ടാമത് അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് പറഞ്ഞു, റസൂലിന് വേണ്ടി പ്രാർത്ഥിച്ചു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹ്മത്തും വബറകാത്തും ഒക്കെ ആർക്കാണ്? ബറക്കത്തും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലുണ്ടാവാൻ. മനസ്സിലായില്ലേ? പിന്നെ എന്താണ് നമ്മൾ പറയുന്നത്? പിന്നെ നമുക്ക് അസ്സലാമു അലൈന, അള്ളാഹുവെ ഞങ്ങളുടെ മേലും സമാധാനം നൽകണമേ. വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ നിൻ്റെ അടിമകളുടെ മേലെല്ലാവരുടെ മേലും നീ സമാധാനം നൽകണമേ എന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ നമ്മൾ പ്രാർത്ഥന അറിയാത്തത് കൊണ്ട് എത്ര വിശാലമായ പ്രാർത്ഥനയാണെന്നറിയാം നമ്മൾ നടത്തുന്നത്. നമ്മൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു, റസൂലിന് വേണ്ടി പ്രാർത്ഥിച്ചു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സത്യവിശ്വാസികളായ എല്ലാ ആളുകൾക്കും വേണ്ടി ദുആ ചെയ്തു. അത് നമ്മളൊരു പ്രാർത്ഥനയുടെ ഒരു മര്യാദ അള്ളാഹു റസൂൽ പഠിപ്പിക്കുകയാണ്. ഇവിടെ നൂഹ് അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവിടെ വലിമൻ ദഖല ബൈത്തിയ മുഅ്മിനൻ, എൻ്റെ വീട്ടിൽ പ്രവേശിച്ച, അവിടെ എൻ്റെ വീട് എന്നുള്ളതിന് രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ അവിടെ അഭിപ്രായങ്ങൾക്ക് തഫ്സീറിലൊക്കെ കാണാൻ സാധിക്കും. ഒന്ന്, നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന പള്ളി പോലെയുള്ള പിന്നെ കേന്ദ്രങ്ങളാ പ്രവേശിച്ച ആളുകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ വീട് തന്നെയാണ് എന്ന രൂപത്തിലും നമുക്ക് തഫ്സീറുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ അവിടെ വലി വാലിദയ്യ എന്നുള്ളത് നമ്മൾ സാധാരണ ഖുർആനിൽ നിങ്ങൾ സൂറത്തുൽ ഇസ്രായിലും കാണാൻ സാധിക്കും. 23-24 വചനം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ, ചെറുപ്പത്തിൽ എന്നെ ഏത് രൂപത്തിലാണോ എന്നെ വളർത്തിയത്, ആ രൂപത്തിൽ എന്നോട് കരുണ കാണിച്ചത്, അതേപോലെ റബ്ബി റഹം ഹുമ, അവർ രണ്ടുപേരോടും നീ കരുണ കാണിക്കണമേ, കമാ റബ്ബയാനി സ്വഗീറ, ചെറുപ്പത്തിൽ എന്നെ വളർത്തിയതുപോലെ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികൾക്ക് വേണ്ടി, ലോകത്തിലെ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. ഇപ്പോൾ നമ്മളൊക്കെ നമ്മളൊക്കെ വളരെ സന്തോഷത്തിലും സൗകര്യത്തിലും സുഖത്തിലുമൊക്കെ ജീവിക്കുകയാണ്. ഫലസ്തീനിലും അതേപോലെയുള്ള പിന്നെ പല ഭാഗങ്ങളിലും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികളായതിൻ്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന, പ്രയാസപ്പെടുത്തുന്ന എത്രയോ സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ പോലും പല സംസ്ഥാനങ്ങളിലുമൊക്കെ. അപ്പോൾ അവരെയൊന്നും നമ്മൾ ആരും ഓർക്കാറില്ല. നിങ്ങളെന്തെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ടവരെന്തെങ്കിലും നിങ്ങൾ ജയിലറകൾക്കുള്ളിൽ നിരപരാധിയായി മുഅ്മിനായി ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രം പിടിക്കപ്പെട്ട് ജയിലറകൾക്കുള്ളിൽ കഴിയുന്ന എത്ര വിശ്വാസി സമൂഹമുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ?
ഓരോ രാജ്യത്തും എന്നെങ്കിലും അവർക്ക് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടാവുമോ? എന്നെങ്കിലും അവരെ ഒന്നും സമൂഹത്തിലൊരു ദുരന്തവും സമൂഹത്തിലൊരു ഉപദ്രവവും സമൂഹത്തിലെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. സൂറത്തുൽ ബുറൂജിൽ പറഞ്ഞതുപോലെ ഒമാ നഖമു മിൻഹും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, പ്രതാപശാലിയും അതേപോലെ സുബ്ഹാനുമായ റബ്ബിൽ വിശ്വസിച്ചു എന്നല്ലാത്തൊരു അപരാധം അവരാരും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെയാണ്. അപ്പോൾ വിശ്വാസികൾക്ക് വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്യണം. എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സത്യവിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനയിലൊരു സ്ഥലം നമ്മൾ കണ്ടെത്തണം. അവസാനമായി വീണ്ടും വല തസ്ദി ളാലിമീൻ, അക്രമികളായ ആളുകൾക്ക് നീ വർദ്ധിപ്പിക്കരുത് എന്നാണ്. വർദ്ധിപ്പിക്കരുത് അവിടെ ഉദ്ദേശിച്ച നേരത്തെയുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. നൂഹ് അലൈഹി ഇസ്ലാം പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞല്ലോ, ഖാല നൂഹ് റബ്ബി ഇന്നഹും അസൗനി വത്തബഉ മൻ ലം യസിദുഹു മാലുഹു വവലദുഹു, മാലും വലതുമാണ് അവർക്ക് എല്ലാ തരത്തിലും എന്താക്കുന്നത്, അവരേറ്റവും വലിയ അക്രമികളാക്കി തീർക്കുന്നത്, മക്കളും സമ്പത്തും. അപ്പോൾ വലാത്ത സിദ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് മുഫസ്സിരിങ്ങളൊക്കെ പറയുന്നത് അവിടെ എന്താക്കുന്നത്, വർദ്ധിപ്പിക്കരുത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, മക്കളും സമ്പത്തും അവർക്ക് വർദ്ധിപ്പിക്കരുത് എന്നുള്ളതാണ്. പിന്നെന്താണ്, അക്രമികളായ ആളുകൾക്ക് അവർക്ക് ഹലാക്ക് തബാർ, നാശമാണ് അവർക്ക് വർദ്ധിപ്പിക്കാവൂ, നാശമാണ് അവർക്ക് കൊടുക്കാവൂ, വേറെ പിന്നെ ഒരു നന്മയും അവർക്കുണ്ടാവരുത് എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ സദാ പ്രാർത്ഥിക്കണം. അവിശ്വാസികളുടെ എല്ലാ തരത്തിലുമുള്ള ഷർറിൽ നിന്ന് രക്ഷ തേടാനും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ സൂറത്തു ബഖറയുടെ അവസാന ഭാഗം, റസൂലിൻ്റെ അവസാന ഭാഗം പറയുന്നുണ്ടല്ലോ അവിശ്വാസം. അതേപോലെ തന്നെ റബ്ബന അഫ്രിഗ് അലൈന സ്വബ്റൻ വസബ്ബിത് അഖ്ദാമന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്കെതിരെ പിന്നെ സഹായത്തിന് വേണ്ടി ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കും നമുക്ക്. അപ്പോൾ എപ്പോഴും നമ്മൾ വലിയൊരു പാഠം, ഒരു വലിയൊരു മെസ്സേജാണ് ഈ സൂറയിലൂടെ നമ്മൾ പഠിച്ചത്. 28 ആയത്തുള്ള ഈ സൂറത്ത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം തന്നെയാണ്. അതിലെ പിന്നെ ഒരു 80% അതിനിടയിൽ കുറച്ച് ഭാഗം മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പിന്നെ ഈ ഭൗതിക ലോകത്ത് അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച്, ആയാത്തുകളെക്കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഖുർആനിൻ്റെ ഓരോ ആയത്തുകൾ നമുക്ക് ഓതുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വരണം. ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ പഠനങ്ങൾ അങ്ങനെയുള്ളൊരു സീരിയസ് ആയിട്ടുള്ള പഠനങ്ങളായിട്ട് വരണം. ഓരോ വേർഡ് മീനിങ് ഒക്കെ നമ്മൾ പഠിക്കുന്നൊരു പഠനം. പിന്നീട് ആ വേർഡ് എവിടെ വന്നാലും നമുക്കതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലേക്ക് വരണം. അപ്പോൾ ആ രൂപത്തിലുള്ള പഠനത്തിന് പിന്നെ മുന്നിട്ടിറങ്ങണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി പരിശുദ്ധ ഖുർആൻ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അനുസരിച്ച് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഈമാനും ഇൽമും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും അള്ളാഹു എല്ലാ തരത്തിലുമുള്ള ഖൈറും ബർക്കത്തും ചുരിയുമാറാകട്ടെ. മൺമറഞ്ഞു പോയ ആളുകൾക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.